ഉന്നത വിദ്യാഭ്യാസത്തിനായി കാനഡ ലക്ഷ്യമിടുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് മലയാളി വിദ്യാർത്ഥികൾ അടിയന്തരമായി അറിഞ്ഞിരിക്കേണ്ട കാനഡ സ്റ്റുഡന്റ് വിസയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു കാലത്ത് കാനഡയിലേക്ക് വളരെ വേഗത്തിൽ വിസ ലഭ്യമാക്കിയിരുന്ന സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം അഥവാ STS സംവിധാനം പൂർണ്ണമായും നിർത്തലാക്കിയതിനു ശേഷമുള്ള പുതിയ വിസ സീസണിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. 2024 നവംബറിൽ കനേഡിയൻ ഗവൺമെന്റ് എടുത്ത നിർണായക തീരുമാനത്തിന് ശേഷം ഇപ്പോൾ ഇമിഗ്രേഷൻ പ്രക്രിയകൾ പൂർണ്ണമായും മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇനി കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഴയതുപോലെ 20 ദിവസം കൊണ്ട് വിസ കിട്ടുന്ന മാന്ത്രിക വിദ്യയൊന്നും ഇവിടെയില്ല. കാനഡ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് പുതിയ കടുത്ത നിയന്ത്രണങ്ങളും സാമ്പത്തിക സുരക്ഷിത മാനദണ്ഡങ്ങളുമാണ് വിദ്യാർത്ഥികൾക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. വിസ നിരസിക്കപ്പെടാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഈ വീഡിയോയിലൂടെ പറയാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ STS സംവിധാനമെന്നും അത് നിർത്തിയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നുമാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് കാനഡ വിസ വളരെ എളുപ്പമാക്കാൻ കൊണ്ടുവന്നതായിരുന്നു സ്റ്റുഡന്റ് ഡയറക്ട് സ്ട്രീം. വെറും 20 ദിവസത്തിനകം വിസ തീരുമാനമാകും എന്നതായിരുന്നു ഇതിന്റെ പ്രത്യേകത. വിസ സക്സസ് റേറ്റ് 70% മുകളിലായിരുന്നു. എന്നാൽ കാനഡയിലെ വർദ്ധിച്ചു വരുന്ന ഹൗസിംഗ് പ്രതിസന്ധിയും ജീവിത ചെലവുകളും താൽക്കാലിക താമസക്കാരുടെ എണ്ണക്കൂടുതലും നിയന്ത്രിക്കാൻ കനേഡിയൻ ഇമിഗ്രേഷൻ വകുപ്പ് ഈ സംവിധാനം നിർത്തലാക്കി. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ ഒരൊറ്റ യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് സ്ട്രീമിലേക്ക് മാറിയിരിക്കുകയാണ്. ഇതിന്റെ ഒന്നാമത്തെ ആഘാതം വിസ പ്രോസസ്സിംഗ് സമയത്തിലാണ്. മുൻപ് 3 ആഴ്ചക്കുള്ളിൽ ലഭിച്ചിരുന്ന വിസയ്ക്ക് ഇപ്പോൾ സാധാരണ പ്രോസസ്സിംഗ് ടൈം അനുസരിച്ച് 4 മുതൽ 12 ആഴ്ചകൾ വരെ സമയമെടുക്കാം. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം അപേക്ഷിക്കാമെന്ന് വിചാരിക്കുന്നവരുടെ വിസ പ്രോസസ്സിംഗ് വൈകുകയും ഇൻടേക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഡോക്യുമെന്റുകൾ ഓരോന്നും അതീവ സൂക്ഷ്മതയോടെയാണ് എംബസി പരിശോധിക്കുന്നത്. കാനഡയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കനത്ത നിയന്ത്രണമാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. കാനഡ നാഷണൽ സ്റ്റഡി പെർമിറ്റ് ക്യാപ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണം വളരെ ചുരുക്കി വെറും 1,55,000 പുതിയ സ്റ്റഡി പെർമിറ്റുകൾ മാത്രമാണ് ആദ്യമായി വരുന്ന വിദ്യാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവ കാനഡയിൽ നിലവിലുള്ളവരുടെ വിസ പുതുക്കലിനായുള്ളതാണ്. സീറ്റുകൾ കുറഞ്ഞതോടെ കാനഡ ഒരു പുതിയ ഫിൽട്രേഷൻ സംവിധാനം കൊണ്ടുവന്നു. അതാണ് പ്രൊവിഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ, PAL. നിങ്ങൾ കാനഡയിലെ ഏത് പ്രവിശ്യയിലാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രവിശ്യ ഗവൺമെന്റ് നൽകുന്ന ഒരു കോട്ടോ കത്തോ ആണ് PAL. ഇവിടെയാണ് മലയാളി വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. കോളേജിൽ നിന്നും അഡ്മിഷൻ ലെറ്റർ കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങളുടെ കോളേജ് വഴി പ്രവിശ്യ ഗവൺമെന്റിൽ നിന്ന് ഈ PAL കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ വിസയ്ക്ക് അപേക്ഷിക്കാൻ പാടുള്ളൂ. കാനഡയിലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്കും ഡിപ്ലോമകൾക്കും ഈ കത്ത് നിർബന്ധമാണ്. നിങ്ങളുടെ ഫയലിൽ ഈ അറ്റസ്റ്റേഷൻ ലെറ്റർ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിസ അപേക്ഷ മറ്റൊന്നും നോക്കാതെ ആദ്യഘട്ടത്തിൽ തന്നെ റിജക്റ്റ് ചെയ്യപ്പെടും. എന്നാൽ ഇവിടെ ഒരു വലിയ പോസിറ്റീവ് വാർത്തയുള്ളത് മാസ്റ്റേഴ്സ് PhD വിദ്യാർത്ഥികൾക്കാണ്. കാനഡയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഉന്നത പഠനത്തിനെത്തുന്ന റിസർച്ച് വിദ്യാർത്ഥികളെ ഈ നാഷണൽ ക്യാപ്പിൽ നിന്നും PAL നിർബന്ധത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല PhD അപേക്ഷകർക്ക് വെറും 14 ദിവസത്തിനുള്ളിൽ വിസ പ്രോസസ്സിംഗ് പൂർത്തിയാക്കാനുള്ള അതിവേഗ സംവിധാനവും കാനഡ ഒരുക്കിയിട്ടുണ്ട്. കാനഡ വിസ അപേക്ഷകളിൽ ഏറ്റവും വലിയ മാറ്റം വന്നിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത തെളിയിക്കുന്നതിലാണ്. കാനഡയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ഇവിടെ ജീവിക്കാനുള്ള പണമുണ്ട് എന്ന് തെളിയിക്കാൻ കാനഡയിലെ ബാങ്കുകളിൽ നിക്ഷേപിക്കേണ്ട തുകയാണ് ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെന്റ് സർട്ടിഫിക്കറ്റ്. മുൻപ് ഇത് വെറും 10,000 കനേഡിയൻ ഡോളർ മാത്രമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ജീവിക്കാനുള്ള ചെലവുകൾക്കായി നിങ്ങൾ കുറഞ്ഞത് 22,895 കനേഡിയൻ ഡോളർ GISAയി നിക്ഷേപിക്കേണ്ടതുണ്ട്. ഇതിനു പുറമെ നിങ്ങളുടെ 1-ാം വർഷത്തെ ട്യൂഷൻ ഫീസും പൂർണ്ണമായും അടച്ചിരിക്കണം. കാനഡയിലെത്തിയ വിദ്യാർത്ഥികൾ പാർട്ട് ടൈം ജോലി മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ തുടങ്ങിയതും സാമ്പത്തിക ബുദ്ധിമുട്ടിലായതും കണക്കിലെടുത്താണ് ഇമിഗ്രേഷൻ വകുപ്പ് ഈ തുക ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് കാനഡ പഠനം ആഗ്രഹിക്കുന്നവർ ശക്തമായ സാമ്പത്തിക അടിത്തറയോടുകൂടി വേണം ഫയൽ സമർപ്പിക്കാൻ. ഫണ്ടുകളുടെ ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണം. ഭാഷാ യോഗ്യതയാണ് വിസ ലഭിക്കാനുള്ള മറ്റൊരു പ്രധാന ഘടകം. കാനഡയിലെ നല്ല DLIS അഥവാ അംഗീകൃത കോളേജുകൾ IELTS പരീക്ഷയ്ക്ക് കുറഞ്ഞത് 6 ബാൻഡ് സ്കോർ ആവശ്യപ്പെടുന്നുണ്ട്. പിഴവുകളില്ലാത്ത ഭാഷാ സ്കോർ നിങ്ങളുടെ വിസ സാധ്യത വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒന്നാണ് പഠനശേഷമുള്ള തൊഴിൽ അനുമതി അഥവാ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ്. ഇവിടെയും വലിയ നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. കാനഡയിലെ പ്രൈവറ്റ് കോളേജുകളിൽ നടക്കുന്ന പബ്ലിക് കരിക്കുലം പ്രോഗ്രാമുകൾക്ക് ഇനി മുതൽ വർക്ക് പെർമിറ്റ് ലഭിക്കില്ല. പബ്ലിക് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവർക്ക് മാത്രമേ വർക്ക് പെർമിറ്റിന് അർഹതയുള്ളൂ. കൂടാതെ കാനഡയിലെ തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ കോഴ്സുകൾ, ഹെൽത്ത് കെയർ, ട്രേഡ്, STEM എഡ്യൂക്കേഷൻ തുടങ്ങിയ 1100-ലധികം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് മാത്രമേ വർക്ക് പെർമിറ്റിന് മുൻഗണന ലഭിക്കൂ. എന്നാൽ യൂണിവേഴ്സിറ്റിയിലെ ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, PhD വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സ് ഏതായാലും വർക്ക് പെർമിറ്റ് സുരക്ഷിതമായിരിക്കും. മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് കോഴ്സ് കാലയളവ് കുറവാണെങ്കിൽ പോലും 3 വർഷത്തെ PGWP ലഭിക്കും എന്നത് ആശ്വാസകരമായ കാര്യമാണ്.
പുതിയ സാഹചര്യത്തിൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാതെ വിസ ഉറപ്പാക്കാൻ കാനഡയിലെ വിദഗ്ധർ നിർദ്ദേശിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇനി ഞാൻ പറയാം. വിസ പ്രോസസ്സിംഗ് സമയം കൂടിയതിനാൽ ഇൻടേക്കിന് 3 മുതൽ 4 മാസം മുൻപെങ്കിലും അപേക്ഷ സമർപ്പിക്കുക. കാനഡ വിസയിൽ ഇപ്പോൾ ഏറ്റവും നിർണായകം നിങ്ങളുടെ SOAP ആണ്. നിങ്ങൾ എന്തിനാണ് ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്, പഠനശേഷം നാട്ടിലേക്ക് മടങ്ങി വരാനുള്ള നിങ്ങളുടെ പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി രേഖപ്പെടുത്തണം. കമ്പ്യൂട്ടറിൽ ജനറേറ്റ് ചെയ്ത വ്യാജ കോപ്പികൾ ഒഴിവാക്കുക. വിസ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ അംഗീകൃത പാനൽ ഫിസിഷ്യനിൽ നിന്നുള്ള മെഡിക്കൽ പരിശോധനയും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും തയ്യാറാക്കി വെക്കുക. ഇത് പ്രോസസ്സിംഗ് വേഗത്തിലാക്കാൻ സഹായിക്കും. ഉയർന്ന വിസ സക്സസ് റേറ്റുള്ള കാനഡയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റികളോ പ്രമുഖ പബ്ലിക് കോളേജുകളോ മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മുൻകാല പഠനവുമായോ പ്രവൃത്തി പരിചയവുമായോ പൊരുത്തപ്പെടുന്ന കോഴ്സുകൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കാനഡയിൽ ഡിമാൻഡുള്ള തൊഴിൽ മേഖലകളാണെങ്കിൽ വിസ സാധ്യത കൂടും. വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സുപ്രധാന നിയമം ഓഫ് ക്യാമ്പസ് പാർട്ട് ടൈം ജോലി സമയത്തെക്കുറിച്ചുള്ളതാണ്. കാനഡയിൽ പഠന കാലയളവിൽ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ ചെയ്യാവുന്ന പാർട്ട് ടൈം ജോലി സമയം 24 മണിക്കൂറായി നിജപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തെ ബാധിക്കാത്ത രീതിയിൽ ജീവിത ചെലവുകൾ കണ്ടെത്താൻ മാത്രമേ ഇത് സഹായിക്കൂ. അതുകൊണ്ട് തന്നെ കാനഡയിലേക്ക് വരുമ്പോൾ ട്യൂഷൻ ഫീസിനുള്ള പണം പൂർണ്ണമായും കയ്യിൽ കരുതി വേണം വരാൻ. പാർട്ട് ടൈം ജോലി ചെയ്ത് ഫീസ് അടയ്ക്കാമെന്ന ചിന്ത ഇനി കാനഡയിൽ നടപ്പില്ല. മാത്രമല്ല, പുതിയ വിസ ചട്ടപ്രകാരം കാനഡയിൽ എത്തിയ ശേഷം സ്റ്റഡി പെർമിറ്റ് നിലനിൽക്കെ ഇമിഗ്രേഷൻ വകുപ്പിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പെട്ടെന്ന് കോളേജുകൾ മാറാൻ സാധിക്കില്ല. കോളേജ് മാറണമെങ്കിൽ പുതിയ സ്റ്റഡി പെർമിറ്റിനായി വീണ്ടും അപേക്ഷിക്കേണ്ടി വരും. ചുരുക്കത്തിൽ, കാനഡയിലേക്കുള്ള സ്റ്റുഡന്റ് വിസ പ്രക്രിയ പഴയതുപോലെ എളുപ്പമാകില്ല എന്നത് യാഥാർത്ഥ്യമാണ്. കടുത്ത നിയന്ത്രണങ്ങളും കൃത്യമായ മാനദണ്ഡങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ കൃത്യമായ രേഖകളും മികച്ച അക്കാദമിക് പശ്ചാത്തലവും കൃത്യമായ സാമ്പത്തിക സ്രോതസ്സുമുള്ള യഥാർത്ഥ വിദ്യാർത്ഥികളെ കാനഡ എപ്പോഴും സ്വാഗതം ചെയ്യുന്നു. നിയമങ്ങൾ കർശനമാക്കിയത് വഴി തട്ടിപ്പ് ഏജൻസികളെ ഒഴിവാക്കാനും മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കാനുമാണ് കാനഡ ശ്രമിക്കുന്നത്.